അവിടെ ആത്മാവിന് വലിയ സ്ഥാനമുണ്ട്, ജീവനും വലിയ സ്ഥാനമുണ്ട്, ശരീരത്തിനും വലിയ സ്ഥാനമുണ്ട്. ശരീരം കാണുന്നതാണ്, എന്നാൽ ആത്മാവിനെ കാണുന്നില്ല, എന്നാൽ അത് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റ് പല ആളുകളുമായി ബന്ധപ്പെടുന്ന സ്വപ്നങ്ങൾ കാണുന്നത്. മനസ്സിലായോ? അവിടെ ആത്മാവ് മറ്റ് ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ വലിയ രോഗശയ്യയിലൊക്കെ ആകുമ്പോൾ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ജീവൻ അങ്ങനെയല്ല. ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല. മനസ്സിലായോ? ജീവൻ നമ്മുടെ ബീജം മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിന് ജീവനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ജീവൻ എന്ന് പറയുന്ന സംഗതി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബീജമായിരിക്കുമ്പോൾ തന്നെ അത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്ക്, മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിന് ജീവനുണ്ട്. ആ ജീവൻ വെച്ചാണ് അത് വളരുന്നത്. എന്നാൽ ആത്മാവ് അതല്ല. ആത്മാവ് 4 മാസത്തിന് ശേഷമാണ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനസ്സിലായോ? അത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട് 4-ാം മാസത്തിൽ എന്നാണ് പറയുന്നത്.